ഇനി നമുക്ക് ഇവിടെ പല ചിലപ്പോൾ മാർക്ക് കിട്ടാനായിട്ട് ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവും. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് കാണാനാണ്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ കാണാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഡെറിവേറ്റീവ് കാണാം. ഡെറിവേറ്റീവ് കാണല് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ ഡെറിവേറ്റീവിന്റെ ഡെഫിനേഷൻ ഓർക്കുന്നുണ്ടാവും. എന്താണ് അത് പറഞ്ഞില്ലേ സാറ്? ലിമിറ്റ് h ടെൻസ് ടു 0. അത് ആ എം ടാന്റെ ഡെഫിനേഷൻ തന്നെയാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 ഏലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ f of a plus h minus f of a divided by h. ഓർക്കുന്നില്ലേ മക്കളെ? ഇത് ഡെറിവേറ്റീവ് അറ്റ് ഏത് പോയിന്റിലാണ്? എയിലാണ്. ഓക്കെ, ഇതാരാ ഡെറിവേറ്റീവ് അറ്റ് ഏത് പോയിന്റിലാണ്? പറയൂ മക്കളെ. എയില്. അതിന്റെ നൊട്ടേഷൻ എന്താ? എഫ് ഡാഷ് എ എന്നല്ലേ പറയാം. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്താ? ലിമിറ്റ് h ടെൻസ് ടു 0 f of a ക്ക് പകരം x plus h minus f of x divided by h അല്ലേ? ഓക്കെ. ഇനി നമ്മളോട് റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എ എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ലിമിറ്റ് h ടെൻസ് ടു a f of a plus h minus f of a divided by h എന്നാണ് എഴുതേണ്ടത്. Is it clear? റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എ എന്താ? എഫ് ഡാഷ് എ തന്നെയാണത്. റേറ്റ് ഓഫ് ചേഞ്ച് എക്സ് എത്രയാ? എഫ് ഡാഷ് എക്സ് ആണ്. അതിന്റെ ഡെഫിനിഷൻ എന്താ? ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് പറയും മക്കളെ x പ്ലസ് h മൈനസ് f ഓഫ് x ഡിവൈഡഡ് ബൈ h. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മളോട് പറയണത് എന്താ വെച്ചാല് ഒരു പ്രോബ്ലം പറഞ്ഞു, 2 മാർക്ക് നമ്മൾ ചെയ്തു എന്ന് അറിയില്ല. 2x ക്യൂബ് പ്ലസ് 2 ഇതാണ് പോയിന്റ്. ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എക്സ് ഈക്വൽ ടു 2 പറഞ്ഞിരിക്കുന്നു. എക്സ് ഈക്വൽ ടു ഏത് പോയിന്റിലാണ് പറഞ്ഞേക്കണേ? 2ലാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാ? എന്ന് പറയുന്നത് 2 ആണ്. 2 ആണ്. അപ്പൊ ഉടനടി നമുക്ക് കിട്ടേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് 2 അല്ലേ കിട്ടണ്ടേ? നമുക്ക് എന്താ കാണുന്നത്? ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് 2 പ്ലസ് h മൈനസ് f ഓഫ് 2 ഡിവൈഡഡ് ബൈ h. ശരിയല്ലേ? കാണുന്നില്ലേ മക്കള്? എന്താ ഡിലേ വരുന്നുണ്ടല്ലോ കുറച്ച്. യെസ്. എയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? 2ലാണ് റേറ്റ് ഓഫ് ചേഞ്ച് കാണുന്നത്. അതിന് എഫ് എന്ന് പറയുന്നത് ഇയാളല്ലേ? എഫ് എക്സ് ആരാ? 2x ക്യൂബ് പ്ലസ് 2 അല്ലേ? എന്താണ്? 2x ക്യൂബ് പ്ലസ് 2 ആണ് നമ്മുടെ എന്ത്? എഫ് എക്സ്. പറഞ്ഞ മക്കള് ലിമിറ്റ് h ടെൻസ് ടു 0. h കാണുന്നോടത്ത് ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട്? x കാണുന്നോടത്ത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? 2 പ്ലസ് h അല്ലേ? അപ്പൊ എത്രയാ വരിക? 2 into 2 plus h whole cube. Am I right? Yes, sir. Plus 2 minus അടുത്ത എന്താ? ഇയാളെ തന്നെയല്ലേ? f of 2 അല്ലേ വേണ്ടത്? ഇതിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 2 അല്ലേ? 2 plus h ആണ്. 2 plus h whole cube plus 2 minus x കാണുന്നോടത്ത് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. 2 into 2 cube plus 2 divided by h. അവിടെ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല. എന്താ പറയുന്നത്? ലിമിറ്റ് h ടെൻസ് ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് h ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യണ്ടേ? 2 into a plus b whole cube എന്തൊന്ന് പറഞ്ഞു നോക്കിയാൽ a cube plus 3ab into a plus b plus b square. അല്ലത് a plus b whole cube എന്താ? a cube plus 3 a square b 3a square b plus 3ab square plus b cube. b cube. ആ 2ന്റെ എയുടെ സ്ഥാനത്ത് 2 ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? h കൊടുക്കുക. അപ്പൊ എത്രയാ? 2 ക്യൂബ്
plus 3 Ah, into sir. 2 square into h, അല്ലേ? Plus Ah, sir. 3 into 2 into h square plus h cube plus additional ആയിട്ട് 2 minus 2 into 2 cube minus 2 whole divided by h. ആര് വെട്ടിപ്പോ മോളെ? 2 into 2 cube വെട്ടിപ്പോലെ? പറയൂ കുട്ടികളെ. sir. 2 into 2 cube വെട്ടിപ്പോ. പിന്നെ ആരെങ്കിലും ക്യാൻസൽ ചെയ്ത് പോവോ? പിന്നെ ക്യാൻസൽ ചെയ്ത് പോണുണ്ടാവോ? ഇല്ല sir. 2. നോക്കാം. എന്നിട്ട് h കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ നമുക്ക്? ഹലോ, h കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതിന് മുമ്പ് ഒന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തി നോക്കിയാലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ഒന്ന് പറയുമോളെ. 2 into ഇവിടെ എല്ലാം കൂടി വരുമ്പോ എത്രയാ വരുന്നുണ്ടാവുക? അവിടെ 2 -2 + 2 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരും. അപ്പൊ പുറത്തുള്ള സാധനങ്ങളൊക്കെ പോയി. ഇത് മാത്രമേ ഉള്ളൂ. 2 കോമൺ ആയിട്ട് എടുത്തു. എച്ചും കോമൺ ആയിട്ട് എടുത്തൂടാ കുട്ടികൾ? ഇവിടുന്ന് ആരെടുക്കാം? h കോമൺ ആണ്. അപ്പൊ 2h ഇൻറ്റു ഇവിടെ എന്ത് വരുന്നുണ്ടാവും? 4 വരും അല്ലെ? സോറി, 3 into 4 that is 12. Am I right? അല്ല, 2 വെച്ച് പുറത്തെടുത്തില്ലേ, അപ്പൊ അവിടെ ഒരു 2 അല്ലേ ഉള്ളു, അപ്പൊ 6 അല്ലേ വരുള്ളൂ. ഇവിടെ 2 ഉണ്ടല്ലോ. ഓക്കെ, 2 into h പുറത്തേക്ക് കൂടി എടുത്തു. അപ്പൊ 3 into 4 that is 12. Am I right? Yes. Plus 6h അല്ലെ? ഒരു h പുറത്തേക്ക് പോകുന്നു. പ്ലസ് 4 ക്യൂബ് എത്ര? 4 ക്യൂബ് എത്ര? അല്ല സോറി, h ക്യൂബ് അല്ല, h cube. 4 ക്യൂബ് അല്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ Yes, sir. എന്ത് വരും? ഡിവൈഡഡ് ബൈ H. h ക്യാൻസൽ. ഇനി h ന് 0ലേക്ക് ഇത് 0 പോയില്ലേ? 2 into 12 കിട്ടില്ലേ? എത്ര കിട്ടുള്ളേ? 24. 24 കിട്ടില്ലേ? Sir. Therefore, at x equal to 2, rate of change എത്ര കിട്ടി? 20. 24. അത് നമുക്ക് കാണാനായിട്ട് ഇതിലേക്കൊന്നും പോകണമെന്നില്ല. f dash x കാണാൻ മക്കള്. എന്താ കിട്ടിയത്? 2 into 3 into x square എന്ന് വരില്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ എത്രയാ? 6x square എന്ന് വരില്ലേ? അതിന് x ന് 2 കൊടുത്ത് നോക്കിയമോള്. 24. അപ്പൊ നിങ്ങൾക്ക് നേരം വൈകുന്നേരം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വാല്യൂ കൊണ്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഡെഫിനേഷൻ രണ്ടിന്റെയും സെയിമാ പഠിക്കണേ. ഓക്കെ, എഫ് ഡാഷ് എക്സ് എന്താ? ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h minus f of x divided by h. ആ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എത്ര കൊടുക്കേണ്ടത്? നമുക്ക് 2 ആണ് കൊടുക്കേണ്ടത്. ചെയ്തോളൂ. ഏതാ ചെയ്യാ? സമയം ഉണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാ കേട്ടോ. ഏത് ഉപയോഗിച്ചിട്ട് ചെയ്യാ? ഫണ്ടമെന്റൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. സമയം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് പോയിന്റിലാണോ കാണാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ക്ലിയർ ആയി? അടുത്ത ചോദ്യം ഒന്ന് പറയാം. യെസ്, ഇനി അടുത്ത ഒരു എസ് എ ടൈപ്പ് ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന്റെ ചോദ്യം. 10 ആണോ 15 ആണോ നിങ്ങളുടെ എസ് എ? ഫസ്റ്റ് സെമിന്റെ എഴുതിയതല്ലേ നിങ്ങള്? 10 ആണോ 15 ആണോ? ഒരു മിനിറ്റ് നോക്കളെ.
ഇനി ഡിറൈവ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ at x equal to a. ആ ഡെഫിനേഷൻ എന്ന് പറഞ്ഞ സാർ ഇപ്പൊ തന്നെ പറഞ്ഞത് എന്താ? ലിമിറ്റ് എയില് ഡിഫറൻഷിയേറ്റ് ചെയ്യണത് ഡാഷ് എങ്ങനെയാ കണ്ടുപിടിക്കുക മക്കളെ? ലിമിറ്റ് h ടെൻസ് ടു പറയുമ്പോളെ limit h tends to f of limit h a tends to plus h. 0 f of a plus h minus f of a whole divided by h. അപ്പൊ എസ്സേയില് ആദ്യത്തെ ചോദ്യത്തിന്റെ ഒരു ഭാഗം ഇതാണ്, ഡിഫൈൻ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു എ. ക്ലിയർ ആയോ? Yes, ഹലോ. sir. അപ്പോ എസ്സേയിലത്തെ ഒരു ഭാഗമാണ്, എ പാർട്ടാണ് അത് ഒരു ചോദ്യത്തിന്റെ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ at x equal to 0. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എഫ് എക്സ് ഈക്വൽ ടു എന്താ സാധനം? മോഡ് എക്സ് ഏത് പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം? 0. കിട്ടിയോ? രണ്ട് ഭാഗം കിട്ടിയ ചോദ്യത്തിന്റെ ആദ്യത്തെ എന്തായിരുന്നു? ഡിഫൈൻ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ. എഫ് ഡാഷ് എ ഈക്വൽ ടു ഇതാണെന്ന് കാണിച്ചു കൊടുക്കും. രണ്ടാമത്തെ എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് നോട്ട് differentiable at x so that difference is not differentiable at x equal to 0. Okay, clear ആയോ നിങ്ങളെ? പറഞ്ഞോട്ടെ, എഴുതണോണ്ടാ സാറ് നേരം വൈകിക്കണേ. അപ്പൊ മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ ഞാൻ എഫ് ഡാഷ് ഓഫ് എന്ത് കാണാനാ നോക്കണ്ടേ? സീറോ ഇല്ല എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പൊ എഫ് ഡാഷ് ഓഫ് 0 ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് എഫ് ഡാഷ് ഓഫ് 0 എന്നല്ല. നമ്മൾ എന്ത് കാണാൻ ശ്രമിക്കും? ഇനി ലിമിറ്റ് h ടെൻസ് ടു 0. പറഞ്ഞ മക്കളെ എക്ക് പകരം 0 കൊടുക്കും. അപ്പോ എഫ് ഓഫ് 0 പ്ലസ് h മൈനസ് f of 0 ബൈ h. ഇത് ഉണ്ടോ whole divided by h. ഇത് ഉണ്ട് ഇല്ലോ എന്ന് നോക്കില്ലേ വേണ്ടു? ഹലോ, ആർക്ക് വേണ്ടിട്ടാ നോക്കണേ? എഫ് എക്സ് ഈക്വൽ ടു ആർക്ക് വേണ്ടിട്ടാ നോക്കണേ? മോഡ് എക്സ്. ഈ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ പടം നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എഫ് എക്സ് എന്താ നോക്കാം. എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, അതിന് രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ഒരു ബ്രാഞ്ച് എക്സ് നെഗറ്റീവ് ആവുമ്പോൾ ഇതിന് മൈനസ് എക്സ് എന്ന് എഴുതും. എക്സ് പോസിറ്റീവ് ആവുമ്പോൾ അതിന് എക്സ് എന്നും എഴുതും. എക്സ് പോസിറ്റീവ് അല്ലെങ്കിൽ 0. മക്കൾ ഇതിന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കുക. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പൊ 2 പോസിറ്റീവ് അല്ലേ കുട്ടികളെ? അപ്പൊ മോഡ് 2 ആര് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ എക്സ് പോസിറ്റീവ് ആവുമ്പോ മോഡ് എക്സ് ആര് തന്നെയായിരിക്കും? എക്സ്. അതല്ലേ സ്റ്റേറ്റ്മെന്റ് സാർ ഇവിടെ എഴുതി വെച്ചേക്കണേ. മോഡ് എക്സ് ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. എപ്പോഴാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? പക്ഷെ ഞാൻ മോഡ് ഓഫ് -2 എന്തെന്ന് എഴുതുക? -2 -2 എന്ത് തന്നെയാ? മോഡുലസ് എത്ര? 2 അല്ലേ? മോഡുലസ് ഓഫ് -2 എന്ത് തന്നെയാണ്? 2 തന്നെയല്ലേ? അല്ലേ മക്കളെ? അതെങ്ങനെയാ ഈ -2 എങ്ങനെയാ ഉണ്ടാവണേ? മൈനസ് ഓഫ് -2. അത് നീ ആൻസർ പറഞ്ഞു. മൈനസ് ഓഫ് -2 ചെയ്യുമ്പോഴാണ് എനിക്ക് 2 ആവുന്നത്. അതായത് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്പറിനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? -1 അപ്പൊ അത് അതിന് കാരണം എന്താ? ഈ പിന്നെ നമ്പർ എന്ത് നമ്പർ ആയതുകൊണ്ടാ?
നെഗറ്റീവ് ആയതുകൊണ്ട് അതായത് ഈ -2 ആരായിരുന്നു? ലെസ് ദാൻ 0. അപ്പൊ ലെസ് ദാൻ സീറോനേക്കാൾ കുറവാണ് എക്സ് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെന്ന് എഴുതണ്ടേ നമുക്ക് എഫക്ട് മോഡ് എക്സ്? -6. -6. അപ്പൊ 2 ബ്രാഞ്ച് ഉണ്ട് ഇവിടെ മോഡ് എക്സിന്. ഏതൊക്കെയാ? ഒരു നെഗറ്റീവ് ബ്രാഞ്ച് ആൻഡ് പോസിറ്റീവ് ബ്രാഞ്ച്. പോസിറ്റീവ് ബ്രാഞ്ച്. പോസിറ്റീവ് അപ്പൊ ബ്രാഞ്ച്. y=-x ഉണ്ട്, y=x ആണ്. അപ്പൊ ഇതിന്റെ പടക്കം നമ്മൾ സ്കൂളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് മക്കള്. എന്താണ് മോഡ് എക്സിന്റെ പടം വരച്ചേക്കുന്നത്? ഇങ്ങനെയല്ല കുട്ടികളെ, ഇങ്ങനെയാണോ പടം വരച്ചേക്കണേ? ഹലോ, ഇത് എങ്ങനെയാ വരയ്ക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y=fx, fx=x അല്ലേ വരുന്ന ആദ്യം ഒരു ബ്രാഞ്ച്. അത് അപ്പോ എക്സ് 0-നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ? അതെ. അത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ 2 പോയിന്റ് മതിയില്ലേ കുട്ടിയെ? അപ്പൊ fx(x) എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് x ആയിട്ടല്ലേ പോവാ? എക്സും വൈയും എന്ത് തന്നെയാണ്? എക്സ് ആണ്. y=x എന്നല്ലേ കിട്ടുക ലൈൻ? fx=x എന്ന് പറഞ്ഞാൽ y=x എന്നാണ്. അപ്പൊ എക്സിന് 0 കൊടുത്താൽ വൈക്ക് തന്നെ കിട്ടും 0. അപ്പൊ 0 0 കൂടെ പോവില്ലേ? 0 0 കൂടെ പോവും. 1 1 കൂടെ പോവില്ലേ? അപ്പൊ അങ്ങനെയുള്ള പോയിന്റ് 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇത് 1 1 ആണ്, ഇത് 0 0 ആണ്. അത് വെച്ചിട്ട് നമ്മൾ ആരെ വരച്ചു? സ്ട്രെയിറ്റ് ലൈനെ വരച്ചു ഇല്ലേ? കിട്ടിയോ? കിട്ടി. അതാണ് y=x എന്ന് പറയുന്ന ഭാഗമായത്. ഇനി എക്സ് ചെറുതാവുമ്പോ 0-നേക്കാൾ കുറവാകുമ്പോ ഇപ്പുറത്തേക്ക് കൊണ്ടേ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു -1 കൊടുത്തു നോക്കാം മോള്. -1 കൊടുത്തു നോക്കിയാൽ എക്സിന് -1 കൊടുത്താൽ അതിന്റെ വാല്യൂ എത്രയാ? മോഡ് എക്സിന്റെ വാല്യൂ -x അല്ലേ? അല്ലേ? അത് എത്രയാ? 1 അല്ലേ? അപ്പൊ ആ പോയിന്റ് ഏതാ? -1, 1 അല്ലേ? വേറെ പോയിന്റ് കിട്ടും -2, 2 അല്ലേ? അങ്ങനെ ഈ ലൈൻ വരച്ചൂടെ നമുക്ക്? -2, 2, -1, 1 ഇങ്ങനെ വരച്ച് വന്നിട്ട് എവിടെ വരെ എത്തും? അത് 0 0 വരെ എത്തില്ലേ? 0 ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും 0 ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? പോസിറ്റീവ് ആവുമ്പോ. അപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെ ടിക്ക് ഇടുന്ന പോലത്തെ ഒരു പടം കിട്ടും. ആരുടെ പടം അത്? മോഡ് എക്സിന്റെ ഗ്രാഫ് ഇതാണ്. അപ്പൊ നോക്കിയാൽ കാണാം ഇതിന്റെ കണ്ടിന്യൂറ്റിക്ക് യാതൊരു തടസ്സമില്ല. ഇയാൾ ദേ ഇങ്ങനെ വരുന്നു, പെൻസിൽ അനക്കാണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോകൂടെ? അപ്പൊ അതുകൊണ്ട് ഈ ഗ്രാഫ് എന്താ? കണ്ടിന്യൂസ് അല്ലേ? മോഡ് എക്സ് എന്താ? കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈ 0-ലും കണ്ടിന്യൂസ് ആണ്. പക്ഷെ 0-ൽ ഈ ഫംഗ്ഷൻ എന്തെല്ലാന്നാ പ്രൂവ് ചെയ്യാൻ പോണേ നമ്മള്? കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്തെല്ലാന്നാ പ്രൂവ് ചെയ്യാൻ പോണേ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റോ ഇല്ലയെന്നോ? എന്താ ചെയ്യാൻ പോണേ? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ ഇത് ഒരു ഉദാഹരണം ഉണ്ട്. എന്താ വെച്ചാല് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എന്താ ആവണമെന്നില്ല? ആവണമെന്നില്ല. കാരണം ഈ ചങ്ങാതി മൊത്തം കണ്ടിന്യൂസ് അല്ലേ? പക്ഷേ 0 0 അയാൾ എന്തെല്ലാന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ? x=0 അയാൾ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പൊ ഈ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം മോള്. ഇനി നമ്മള് ഈ h→0 എന്നല്ലേ പറയണേ? അപ്പൊ ഇവിടെ മക്കൾക്ക് എന്താ വരിക? ലിമിറ്റ് h→0. ഓക്കെ, f(x) - f(0) ഡിവൈഡഡ് ബൈ h അല്ലേ മോളെ? ലിമിറ്റ് h→0. f(x) എന്താ? നമുക്ക് f(x) എന്താ ബൈ ഡെഫിനിഷൻ? അപ്പൊ f(h) എന്താ? മോഡ് h മൈനസ് f(0). ഇവിടെ 0 കൊടുത്താൽ 0 അല്ലേ വരെ ഫംഗ്ഷൻ? മോഡ് 0 എത്രയാ? 0 ആണ്. അപ്പൊ f(0) എത്രയാ? 0 അല്ലേ? ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടില്ലേ? ഈക്വൽ ടു ലിമിറ്റ് h→0 മോഡ് h ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടും അല്ലേ?
ഇതുവരെ കുട്ടിക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. Yes, sir. ക്ലിയർ ആയിട്ട്. അപ്പോ എഫ് ഓഫ് ലിമിറ്റ് എച്ച് ടെൻസ് സീറോ എഫ് ഓഫ് സീറോ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സീറോ ഡിവൈഡഡ് ബൈ എച്ച് നമ്മള് ഈ സ്റ്റെപ്പ് കിട്ടി കുട്ടിയെ. സീറോ അല്ലേ? സീറോ പ്ലസ് എച്ച് സീറോ എച്ച് ആണല്ലോ. എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് സീറോ ബൈ എച്ച്. എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എച്ച് മോഡ് എച്ച് ആണ്. മൈനസ് എഫ് ഓഫ് സീറോ സീറോ ആണ്. ബൈ എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് സീറോ മോഡ് എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മളവിടെ. ക്ലിയർ ആയോ നമുക്ക്? Sir. Sir. ഇതുവരെ വളരെ ശരിയല്ലേ? Sir. ഇതുവരെ കറക്റ്റ് ആണ്. ഇനി എച്ചിന് നമുക്ക് പൂജ്യത്തിലേക്ക് വിടുകയല്ലേ ചെയ്യണേ? ഈ എച്ചിനെ പൂജ്യത്തിലേക്ക് വിടുമ്പോ ആ എച്ച് പൂജ്യത്തിന്റെ ഇടത്തുനിന്നും വരാം വലത്തുനിന്നും വന്നൂടെ? എച്ച് ആണ് കേട്ടോ, വേറെ ഒന്നും നോക്കണ്ട നിങ്ങള്. പൂജ്യത്തിലേക്കാണ് ആര് വരുന്നേ? എച്ച് വരുന്നത്. എവിടുന്നൊക്കെ വരാം? പൂജ്യത്തിന്റെ വലതുവശത്തേക്ക് വരാം. അതിന് റൈറ്റ് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് വരാം. പറഞ്ഞൂടെ? ഹലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ലിമിറ്റ് എച്ച് ടെൻസ് ടു പറഞ്ഞോളെ. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ പ്ലസ് കിട്ടുമെന്ന് കരുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു എന്താ? സീറോ പ്ലസ്. അത് എച്ച് എന്താവുമ്പോഴാണ്? എച്ച് ആരെക്കാൾ വലുതാവുമ്പോഴാണ്? വലുത്. അതായത് സീറോന്റെ വലതുവശത്താണ് എച്ച് വരുന്നത്. അപ്പൊ എച്ചിന്റെ വാല്യൂ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കുമല്ലോ. മോഡ് എച്ച് ബൈ എച്ച് കണ്ട വന്നു എന്ന് കരുതാം. എച്ച് പോസിറ്റീവ് ആവുമ്പോ മോഡ് എച്ച് എന്താ മോളെ? എച്ച് തന്നെ. എച്ച് ടെൻസ് ടു സീറോ പ്ലസ്. മോഡ് എച്ച് എച്ച് തന്നെ ആയിരിക്കില്ലേ? ഹലോ ഹലോ. കാരണം എന്താ? എച്ച് പോസിറ്റീവ് ആണെന്ന് നമ്മൾ വിചാരിച്ചേക്കണേ. നേരത്തെ പറഞ്ഞില്ലേ മോഡ് എക്സ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് എക്സ് തന്നെയല്ലേ? അതെ. അതുപോലെ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എച്ച് ആരാ? എച്ച് തന്നെ. എച്ച് തന്നെ ഡിവൈഡഡ് ബൈ എച്ച് ഇല്ല ഇവിടെ. എച്ച് ബൈ എച്ച് എത്രയാ? 1. അപ്പോ റൈറ്റ് ലിമിറ്റ് അറ്റ് സീറോ ഈസ് എത്ര കിട്ടിയേ? എത്ര? പോസിറ്റീവ് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി എച്ച് എന്താവുക? ലെസ് ദാൻ സീറോ ആണെന്ന്. എച്ച് ലെസ് ദാൻ സീറോ. ദെൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു ഏതായിരിക്കും? സീറോ മൈനസ് അല്ലേ കുട്ടികളെ? മോഡ് എച്ച് ബൈ എച്ച് equal to limit h tends to 0 minus what is mod h here? Minus h. Minus h by h. അതിന്റെ വാല്യൂ എത്രയാ മോളെ? -1. -1. അപ്പോ റൈറ്റ് ലിമിറ്റ് 1 ഉം ലെഫ്റ്റ് ലിമിറ്റ് എന്തൊന്നും കിട്ടി? -1 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ പണി പാളിയില്ലേ? ഹലോ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റും ലെഫ്റ്റും ഈക്വൽ ആവും വേണം അല്ലേ? ഇവിടെ ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അപ്പൊ അതുകൊണ്ട് ലിമിറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആരെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എവിടുന്ന തുടങ്ങിയ? f' എന്നല്ലേ തുടങ്ങിയേ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇത് ഉണ്ടോ ഇല്ലെന്ന് നോക്കാനാ തുടങ്ങിയേ അല്ലേ? f' കാണാൻ നോക്കിയപ്പോ ഇവിടെ രണ്ട് വാല്യൂസ് കണ്ടു. ഏതൊക്കെയാ? ലെഫ്റ്റ് ലിമിറ്റ് -1 ഉം റൈറ്റ് ലിമിറ്റ് എന്ത് കിട്ടി? +1 ഉം കിട്ടി. അത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് f' എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എവിടെ മാത്രമാണ് ഈ സീറോയില് ഇയാളുടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി പറഞ്ഞു കൊളാക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. ഇവിടെ എന്താ ക്രൂഷ്യൽ പോയിന്റ്? ഏതാ മക്കളൊന്നും നമുക്ക് തോന്നിയത് ഏതാണ്? f' കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? എന്ന് പറഞ്ഞേ. അങ്ങനെ ലിമിറ്റ് h → 0
limit h tends to 0, f of 0 plus h minus f of 0 by h. ബൈ എച്ച്. 0 എന്ന് എഴുതാൻ കാരണം എഫ് ഡാഷ് ഓഫ് എന്താ കാണേണ്ടിയിരുന്നത്? 0 ആണ് കാണേണ്ടിയിരുന്നത്. 0 ആണ് കാണേണ്ടിയിരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എച്ച് minus f of 0 by h. ബൈ എച്ച്. ബട്ട് എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എച്ച് എന്താ? f of h ന് രണ്ട് വാല്യൂ വരും. ഗ്രേറ്റർ ദാൻ അതല്ല, എഫ് ഓഫ് എച്ച് എന്താ? മോഡ് എച്ച് അല്ലേ? മോഡ് h. Minus 0 divided by h as h tends 0, that is limit h tends 0 mod h by h അല്ലേ? ഇനി h tends to 0 ക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? when h is positive this limit is equal to 1. റൈറ്റ് ലിമിറ്റ് ആണ്. എത്ര കിട്ടുക? 1. when h is negative you will get the left limit at 0 അല്ലേ? what is that? -1. -1. therefore റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ? ഈ എഴുതി വെച്ചാണ് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല, എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അതിന്റെ ഇടതുവശമായിട്ടുള്ള എഫ് ഡാഷ് 0 എന്ത് ചെയ്യില്ല? എഫ് ഡാഷ് 0 എന്ത് ചെയ്യില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. എല്ലാം എഫ് ഡാഷ് 0 എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഏത് പോയിന്റില്? 0. ഏത് പോയിന്റിലാ? 0. 0. അപ്പൊ നമ്മളിപ്പോ തന്നെ പടം വരച്ചു മുകളിൽ കണ്ടതല്ലേ അത്? ഇതാണ് എന്ത്? ആരുടെ പടാണിത്? എഫ് എക്സ് ഈക്വൽ ടു ആരാ സാധനം? മോഡ് അല്ലേ കുട്ടി? മോഡ് എക്സ് ആണ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോ എഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? മോഡ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എക്സ് when എക്സ് ഗ്രേറ്റർ than or equal to 0 minus എക്സ് if പറയും എക്സ് less than 0. ക്ലിയർ ആണോ? sir. ക്ലിയർ ആണ്. പിന്നെ നമ്മൾ സീറോനെ അങ്ങോട്ട് കളഞ്ഞു എന്ന് കരുതും. സീറോനെ മൈൻഡ് ചെയ്യണ്ട. 0 കൂടുതലാണെങ്കിൽ അയാൾ എക്സ് അല്ലേ? Okay, sir. സീറോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലയോ? സീറോയില് പറ്റില്ലല്ലോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് എഫ് ഡാഷ് എക്സ് ഇങ്ങനെ വലിയ കുട്ടികൾ നോക്കി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു, കാരണം ഈ ബ്രാഞ്ച് അനുസരിച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ കുട്ടിയെ? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. മോഡ് എക്സ് ആണ്. അതിന്റെ ആദ്യത്തെ ബ്രാഞ്ച് എക്സ് അല്ലേ? അതിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1 ആണ്. അത് എക്സ് ആരേക്കാൾ കൂടുതലായിരിക്കുമ്പോഴാണ്? 0 കൂടുതലായിരിക്കും. കൂടുതലോ അല്ലെങ്കിൽ ഈക്വൽ എന്ന് പറഞ്ഞു. പക്ഷെ ഈക്വൽ ടു പറ്റുമോ? നമുക്ക് മൊത്തക്ക് അടിയിട്ടില്ലേ? എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളവിടെ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എഴുതുമ്പോ ഈക്വൽ ടു കൂടി എഴുതുവോ? ഇല്ല. കാരണം കാണുന്നത് എഫ് എക്സ് അല്ല, സോറി എഫ് ഡാഷ് എക്സ് ആണ് കാണുന്നത്. എന്താ കാണുന്നത്? എഫ് ഡാഷ് എക്സ്. ഇനി മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മോളെ? മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? -1. അതെപ്പോഴാ? എക്സ് ലെസ് ദാൻ 0. നേരത്തെ പ്രോബ്ലത്തിനുള്ള പ്രൂഫ് നേരത്തെ കഴിഞ്ഞു ട്ടാ. കിട്ടിയ? ഹലോ, നേരത്തെ പറഞ്ഞ തിയറം പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞത് ഡിഫറൻഷിയേഷന്റെ പരിപാടി കഴിഞ്ഞു ട്ടോ. ഇത് സാറ് ആ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സാധനമാണ് ഈ പറഞ്ഞത്. പക്ഷെ എവിടെ ഇല്ല അത്? എവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല? സീറോയില് പറ്റില്ല. സീറോന് ശേഷം അതിന്റെ വാല്യൂ 1 ആണ്. എല്ലായിടത്തും ഡിഫറൻഷിയബിൾ ആണ് ഈ ഫംഗ്ഷൻ. ഇതാണ് താരം. ഇതാരാ? y ഈക്വൽ ടു എക്സ് അല്ലേ? ഓക്കെ. ആ y എന്താ അതിന്റെ 1 അല്ലേ? ഇവിടെ y ഈക്വൽ ടു എന്താ? മൈനസ് എക്സ് അല്ലേ? ഇത് y ഈക്വൽ ടു ഇതാരാ? മൈനസ് എക്സ് അല്ലേ? ഈ പടം അതിന്റെ dx എത്രയാ? -1. പക്ഷെ ഇവിടെ ഉണ്ടാവില്ല. എവിടെ പറയും? എവിടെ ഉണ്ടാവില്ല? സീറോയില് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എഫ് ഡാഷ് എക്സിന് രണ്ട് വാല്യൂ കിട്ടിയത് നമുക്ക്. ഏതൊക്കെയാ? 1 ഉം -1. ആരെ ഇൻക്ലൂഡഡ് അല്ല? എക്സ് ഈക്വൽ ടു 0
ഇൻക്ലൂഡഡ് ആണോ? അല്ല. അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതാണ് എഫ് ഡാഷ് എക്സിന്റെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. എഫ് ഡാഷ് ഈക്വൽ ടു -1 എങ്ങനെയായിരിക്കും മക്കളെ? താഴെ ആയിരിക്കില്ലേ? ആ സർ. ഇത് -1, ഇത് എന്താ ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇതോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എത്രയാ? +1. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ആരെ കളയണം? ഇവിടെ നിന്ന് 0 കളയണ്ടേ? എന്ത് കളയണം? ഇതല്ലേ 0 മക്കളെ. ക്ലിയർ ആവണില്ലേ? അപ്പോ മോഡ് എക്സിന്റെ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ ഡെറിവേറ്റീവിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞ ഇതാണ് പടം. കിട്ടിയോ നിങ്ങൾക്ക്? ഭയങ്കര സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളായിരുന്നല്ലോ. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ കുട്ടികളെ? ഇല്ല. ഇല്ല. അപ്പൊ എഫ് ഡാഷ് എക്സ് ഇത് എക്സും -x ആവുമ്പോ ഉടനടി എഫ് ഡാഷ് എക്സ് എത്രയാ? 1 ഉം -1 അങ്ങോട്ട് എഴുതിയാൽ മതി. പക്ഷെ ഈക്വാളിറ്റി 0 ഉൾപ്പെടുത്താൻ പാടുണ്ടോ? ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ അവിടെ നമ്മള് പിന്നെ എന്ത് പൊട്ടിടും? വെള്ള പൊട്ടിടും. മനസ്സിലായ? എന്താണ്? എന്താ എന്താ എന്ത് പൊട്ടാണ്? ഹോളിടും. ഹോളിടും. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ ഇവിടെ പ്രൂവ് ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? എഫ് ഓഫ് എക്സ് എവിടെ ഡിഫറൻഷ്യബിൾ അല്ല? മോഡ് എക്സ് 0 ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ. അപ്പോ അത് ആ ചോദ്യത്തിന്റെ തീരുമാനമായി. എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ. എഫ് ഡാഷ് എക്സ് 0 ഡിഫറൻഷ്യബിൾ അല്ല. ഇനി നമുക്ക് 5 മാർക്കിന്റെ ഒരു ചോദ്യം ഉള്ളത് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ഒക്കെ എന്താ? കണ്ടിന്യൂസ് ആണ്. തിരിച്ച് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഒക്കെ എന്താവണമെന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. ഇപ്പൊ കണ്ട എക്സാമ്പിൾ ഏതാ? എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അയാള് കണ്ടിന്യൂസ് ആണ്. അതിന്റെ പടം അങ്ങനെ വൃത്തിയായിട്ട് വരച്ചു പോയില്ലേ മോളെ? തൊടാണ്ട് പെൻസിൽ എടുക്കാണ്ട് പോയില്ലേ? ടിക്കിട്ട് പോവല്ലേ? ടിക്കിടുമ്പോ ഇങ്ങനെ പെൻസിൽ ഇട്ടിട്ട് ഇങ്ങനെയാണോ ടിക്കിടുക? അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം ഇടുക? ടിക്കിടുക. അപ്പൊ എന്താ ആ ഫംഗ്ഷൻ? എന്താ? എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ത് ഫംഗ്ഷൻ ആണ്? ഇൻ പർട്ടിക്കുലർ നമുക്ക് കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച പോയിന്റ് ആയിട്ടുള്ള 0 കണ്ടിന്യൂസ് ആണ്. പക്ഷെ 0 ഈ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. എക്സാമ്പിൾ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പക്ഷെ 0 അയാൾ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ക്ലിയർ ആയോ? അപ്പൊ ഏതാ സ്ട്രോങ്ങർ കണ്ടീഷൻ? ഡിഫറൻഷ്യബിലിറ്റി ആണോ കണ്ടിന്യൂറ്റി ആണോ? ഡിഫറൻഷ്യബിലിറ്റി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡിഫറൻഷ്യബിലിറ്റി ആണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വിചാരിച്ചിട്ട് എന്താ ആവണമെന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. പക്ഷെ ഡിഫറൻഷ്യബിൾ ആയാൽ ഇനി പ്രൂവ് ചെയ്യാൻ പോണത് എന്താ? കണ്ടിന്യൂസ് ആണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ ഒരു ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് കഴിയും. പക്ഷെ 5 മാർക്കിന്റെ ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അറ്റ് എ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ. എന്താണ്? എയില് എന്താവുക? എക്സ് ഈക്വൽ ടു എയില് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എയിൽ അയാൾ എന്തായിരിക്കും? പറയും മക്കളെ. കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ്. അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഉപയോഗിക്കാവുന്ന റിസൾട്ട് എന്താ? ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് മക്കൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന എവിടെ ശ്രദ്ധിക്കുക. സപ്പോസ് വി ഹാവ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. ഇയാളെ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് എഴുതിയത് നിങ്ങൾ എന്താ ചെയ്ത് പറയൂ? ഇല്ല. കാരണം ക്യാൻസൽ ആയി പോകും. ആര്? എക്സ് മൈനസ് എ ക്യാൻസൽ ചെയ്ത് പോകും. ഈ സ്റ്റെപ്പാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. എഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ആണ്. അയാളെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇനി ഇതിന്റെ രണ്ട് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ.
ഇവിടെ ചെയ്ത് ഇപ്പുറത്തും ചെയ്യണ്ട കുട്ടി. ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. റൈറ്റ് സൈഡില് ഈ ചങ്ങാതിനെ ഞാൻ ഒരു ഫംഗ്ഷൻ ആയിട്ടും ഈ ചങ്ങാതിനെ വേറൊരു ഫംഗ്ഷൻ ആയിട്ട് എടുത്തു എന്ന് കരുതാം. കേൾക്കുന്നുണ്ടോ നീ? ഇവിടെ 3 ഫംഗ്ഷൻ ആയിട്ടാണ് നിനക്ക് തോന്നുക, പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ഇയാളെ ഒറ്റയ്ക്ക് എടുക്കുക, ഇയാളെ ഒറ്റയ്ക്ക് എടുക്കുക. അപ്പോ ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് വരില്ലേ? ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ലിമിറ്റ്സ് അല്ലേ? അപ്പൊ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നത് സൂക്ഷിച്ചു പോയി. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് മൈനസ് എ. സമ്മതിച്ചോ? ലിമിറ്റ് ഓഫ് ദി ഫസ്റ്റ് ഇൻടു ലിമിറ്റ് ഓഫ് ദി സെക്കൻഡ്. ക്ലിയർ ആയി? ക്ലിയർ ആയി. ഇനി നിങ്ങൾ ഇതിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഈ ചങ്ങാതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. നമ്മൾ നേരത്തെ ഓർക്കുന്നുണ്ട് ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എ അല്ലേ കുട്ടികളെ? എന്താണ്? എന്താ സാധനം? എഫ് ഡാഷ് ഓഫ് എ ആണ് എന്ത്? ലിമിറ്റ് h ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ക്ലിയർ ആവുന്നുണ്ടോ കുട്ടി? പറഞ്ഞത് കിട്ടിയോ നിങ്ങൾക്ക്? ഇത് നമുക്ക് ഡെഫിനേഷൻ അറിയാലോ? ഡെഫിനേഷൻ അറിയാലോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ ഇതിന് ഞാൻ എഫ് ഓഫ് എ പ്ലസ് എച്ച് അതിന് പകരം എക്സിന് പകരം എ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് കരുതാം. എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇതില് എക്സിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എന്താ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ലിമിറ്റ് ഒക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഈ എഫ് ഓഫ് എ പ്ലസ് എച്ച് ആർക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? എക്സിന് പകരം എ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ പറയൂ എക്സിന് പകരം എ പ്ലസ് എച്ച് അല്ലേ? മൈനസ് എ വെട്ടിപ്പോയി. സോറി എ വെട്ടിപ്പോയിട്ട് ആര് വരും? അത് ഈ മുതലല്ലേ നോക്കിയേ. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നത് ഇയാളെ കിട്ടില്ലേ? അത് ഞാൻ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി? എ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴല്ലേ കിട്ടി? എന്നിട്ട് എച്ചിനെ ഞാൻ എവിടേക്കാ വിടുന്നേ? സീറോയിലേക്കല്ലേ വിടുന്നേ? അതിന് പകരം എനിക്ക് ഈ എക്സിനെ എയിലേക്ക് വിട്ടാൽ എന്ത് വരും? എക്സ് എയിലേക്ക് പോയാൽ എച്ച് എവിടേക്ക് പൊക്കോളും? സീറോയിലേക്ക് പൊക്കോളും. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ക്ലിയർ ആവുണ്ടോ മോളെ? ഇതിനെ നമ്മൾ എഫ് ഡാഷ് എ എന്നല്ലേ വിളിച്ചേ? ഇതിനെ എഫ് ഡാഷ് എ എന്നാ വിളിച്ചത്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് അതിന് പകരം നമ്മൾ ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ? എക്സ് അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ അല്ലേ? എക്സിനെ ഞാൻ എന്താ വിളിച്ചേ? എ പ്ലസ് എച്ച് എന്നല്ലേ വിളിച്ചേ? സിംപ്ലിഫൈ ചെയ്തപ്പോ എനിക്ക് എത്ര കിട്ടി? എഫ് ഡാഷ് ഓഫ് എ എന്നല്ലേ കിട്ടി? അപ്പൊ ഇവിടെയും ഞാൻ എക്സിന് എ പ്ലസ് എച്ച് കൊടുത്താൽ, കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്, എക്സ് ആരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക? ഏഴ് അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എ എവിടെയല്ലേ നിൽക്കണേ? എക്സ് ഇവിടുന്നും വരാലോ അല്ലെ കുട്ടിയെ? അപ്പോ എക്സ് എയുടെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എക്സ് എനേക്കാൾ വലുതാവാം അല്ലേ? റൈറ്റ് സൈഡിൽ നിന്നല്ലോ തന്നെ. അങ്ങനെയാണെങ്കിൽ എക്സ് ആരെക്കാൾ വലുതാണ്? വലുതാണ്. അപ്പൊ അതുകൊണ്ട് എയുടെ കൂടെ എനിക്ക് ഒരു എച്ച് ആഡ് ചെയ്താൽ പോരെ? ചെറിയ ക്വാണ്ടിറ്റി എക്സ് എയിലേക്ക് വരികയാണല്ലോ. റൈറ്റ് സൈഡ് വരുന്നെന്നുണ്ടെങ്കിൽ എക്സ് ആരെക്കാൾ വലുതാണ്? എനേക്കാൾ വലുതല്ലേ?
അതുകൊണ്ട് എനിക്ക് എക്സിന് പകരം എയുടെ കൂടെ ഒരു കുഞ്ഞു ക്വാണ്ടിറ്റി കൂട്ടിക്കൂടെ? ആ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണ്. എക്സ് സീറോയിലേക്ക് പോകുമ്പോ എക്സ് ആരിലേക്ക് പൊക്കോളും? എയിലേക്ക് പൊക്കോളും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ഈ സാധനം എന്ന് പറയുന്നത് എ പ്ലസ് എച്ചിന് പകരം ഞാൻ എക്സ് കൊടുത്താലും കിട്ടുന്നത് എഫ് ഡാഷ് എ ആണ്. എന്താ സാധനം ഈ ഭാഗം? ഇത് എന്താ സാധനം? എഫ് ഡാഷ് ഓഫ് എ ആണ്. എക്സ് വേരിയബിൾ ആണ്. എക്സ് എവിടേക്ക് പോയാൽ മതി? എയിലേക്ക് പോയാൽ മതി. ഇൻടു ഇയാളുടെ ലിമിറ്റ് എന്താ? എക്സ് മൈനസ് എയുടെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു എ മൈനസ് എ. സീറോ അല്ലേ മോളെ? എഫ് ഡാഷ് എ ഇൻടു സീറോ എന്താ? സീറോ അല്ലേ? ഈ സ്റ്റെപ്പ് വരെ മോൾക്ക് കിട്ടിയോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പുതിയൊരു സാധനം ഇത് തുടങ്ങാം. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എയുടെ ലിമിറ്റ് അല്ലെ? ഇവിടെ അല്ലേ തുടങ്ങിക്കണേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഒരാളോട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ടാ എക്സ് മൈനസ് എ. എന്നിട്ട് ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ലിമിറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് മൈനസ് എ. ആദ്യത്തെ വാല്യൂ എത്രയാ? എഫ് ഡാഷ് ഓഫ് എ ഇൻടു സീറോ ഈക്വൽ ടു എന്താണ്? സീറോ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു വെക്കുക. എച്ച് ടെൻസ് സീറോ ഒക്കെ പറഞ്ഞതിന് പകരം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു ആരാണെന്ന് പഠിച്ചു വെക്കുക? എഫ് ഡാഷ് ഓഫ് അല്ലെങ്കിൽ ലിമിറ്റ് y tends to some b. മനസ്സിലായോ ഉള്ളരെ? ഈ എഫ് ഓഫ് y മൈനസ് എഫ് ഓഫ് ബി ഡിവൈഡഡ് ബൈ y മൈനസ് ബി. ഇതും ആര് തന്നെയാ? ഇത് ആരായിരിക്കും? എഫ് ഡാഷ് ഓഫ് ബി ആയിരിക്കും. അപ്പൊ ഇവിടെ എഴുതിയില്ലേ എഫ് ഓഫ് എ, അതിന്റെ ഡാഷ് കൊടുത്താൽ മതി. കിട്ടിയാ? അപ്പൊ ഡെറിവേറ്റീവ് അറ്റ് എനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് എച്ച് മൈനസ് എ. ദാറ്റ് ഈസ് ആ രൂപത്തിലേക്ക് ആക്കാം. അല്ലെങ്കിൽ ഇത് കാണാണ്ട് പഠിച്ചു വെക്കുക. എന്താ സാധനം ഇത്? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. അതിന്റെ ലിമിറ്റ് എത്രയാ? ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എയില് ഫംഗ്ഷൻ എന്താന്ന് ഉപയോഗിച്ചു തന്നിട്ടുണ്ട്. എന്താ പ്രൂഫ് ചെയ്യേണ്ടത്? എന്തായിരുന്നു? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് എന്നല്ലേ പ്രൂഫ് ചെയ്യണ്ടായിരുന്നേ? അപ്പൊ എന്താ? ഡിഫറൻഷ്യബിൾ ആണ്. ഇത് ആരുടെ ഡെഫിനിഷൻ ആണ്? ഡെഫിനിഷൻ ആണ്. ആ ഡിഫറൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യില്ലേ? അതെന്താ സാധനം? എഫ് ഡാഷ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. കിട്ടിയാ? അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എഫ് ഡാഷ് എന്ന് എഴുതിയല്ലോ. പക്ഷെ ഇവിടെ എക്സിന് എ കൊടുക്കുമ്പോ എ മൈനസ് എ എന്തായിട്ട് മാറി? സീറോ ആയിട്ട് മാറി അല്ലെ കുട്ടി? therefore f dash a into 0 range number into 0 എത്രയാ? 0 തന്നെ. ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. That is limit x tends to a f of x minus f of a equal to 0 എന്ന് കിട്ടിയില്ലേ? That is limit x tends to a f of x. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഇത് കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് എന്താ? കോൺസ്റ്റന്റ് തന്നെയല്ലേ? മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു 0. ലിമിറ്റിൽ നിന്ന് പുറത്തെടുത്ത ഇയാളെ അല്ലേ? Therefore limit x tends to a f of x equal to എന്ത് കിട്ടി? f of a. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. ഓർക്കുന്നുണ്ടോ? എയില് കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് വേണം? എയില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അത് ആരോട് ഈക്വൽ ആവണം? f of
എഫ് ഓഫ് എക്സിനോട്. എക്സിനോടല്ല. എഫ് ഓഫ് എക്സ് ന്റെ ലിമിറ്റ് ആരോട് ഈക്വൽ ആവണം? ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എന്റെ എഫ് ഓഫ് എയോട് ഈക്വൽ ആവണം. നിങ്ങൾ ആ വേർതിരിച്ച് പഠിക്കൂട്ടോ. സാറിന് ഇത് നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്ത് ഓടുന്നുള്ളത് മാഷ് നന്നായിട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് സാർ ഈ ആവർത്തിച്ച് പറയണേ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ പ്രൂവ് ചെയ്ത്? ഇത് കിട്ടി കഴിഞ്ഞാൽ ഉടനടി എന്തായി? ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി മക്കളെ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ വാല്യൂഡ് ഈക്വൽ ആയിട്ടെങ്കിൽ സച്ച് ഫംഗ്ഷൻസ് ആർ നോൺ ആസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോ എക്സ് ഈക്വൽ ടു എയിൽ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു എയിൽ എന്തെന്ന് വിചാരിച്ചിട്ടാ തുടങ്ങിയേ? ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പ്രൂവ് ചെയ്തു? ഇപ്പോ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ്. ഇത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന്റെ ചോദ്യം ഉണ്ട്. ദേവിക ഒന്ന് പറഞ്ഞേ. നന്ദന ഒരുമാതിരി വൃത്തിയായിട്ട് പറഞ്ഞു. ഇത് പറഞ്ഞു കൊളാക്കണോ മോളെ? ദേവിക എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഡിഫറൻഷ്യബിലിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? നിനക്ക് മനസ്സിലായോ ദേവിക? ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് നീ വന്നാൽ എഴുതുമോ മോളെ? ഹലോ, ഇത് വന്നാൽ എഴുതുമോ? സർ. പരീക്ഷയ്ക്ക് വന്നാൽ ഇനി പഠിക്കാണ്ട് തന്നെ എഴുതാൻ പറ്റുമോ? പഠിക്കാൻ എഴുതാൻ പറ്റുമോ? സർ. പഠിക്കാണ്ട് എഴുതാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ? 5 മാർക്കിന്റെ ചോദ്യത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എനെ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു? പറയൂ കുട്ടിയല്ലേ, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു? എന്നിട്ട് ആ പരിപാടിയാണ് മുന്നോട്ട് പോയില്ലേ? ഇനി 5 മാർക്കിന്റെ ഒരു ചെറിയ സബ്സെക്ഷനും കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എക്സ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ അല്ല എന്നും കൂടി പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എക്സ് ഈക്വൽ ടു 0 എന്തല്ല എന്ന് പ്രൂവ് ചെയ്യണം? ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ എഫ് ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേക്കണേ? എഫ് ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ചിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അല്ലേ കുട്ടി? കേൾക്കണ്ട മക്കള്? ഇത് എന്ത് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ലിമിറ്റ് h tends to 0 f of h minus f of 0 divided by h എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യണം. അല്ലേ? അതെ. ഇനി f of x raised to 1/3 ആണ്. അപ്പൊ ലിമിറ്റ് h tends to 0 പറയുമോളെ h raised to 1/3 മൈനസ് 0 raised to 1/3 ആര് തന്നെയാണ്? 0 ആണ്. ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടില്ലേ? കിട്ടിയോ? That is equal to limit h tends to 0. ഇവിടെ 1/h raised to 1 minus 1/3 എന്നല്ലേ? രണ്ടാള് h അല്ലേ മുകളിലടിയിലും? ഹലോ, ഇവിടെ h raised to 1 ആണ്, ഇവിടെ h raised to 1/3 ആണ്. അപ്പൊ വലിയ നമ്പർ ഏതാ? 1 അല്ലേ? അത് നിങ്ങൾ താഴ്ത്തിക്ക് കൊണ്ടുവരില്ലേ? 1/3 താഴ്ത്തിക്ക് വരുമ്പോൾ മൈനസ് 1/3 ആവില്ലേ? Therefore is equal to limit h tends to 0 1/h raised to എത്ര വരും? 2/3. Can you follow? h പൂജ്യത്തിലേക്ക് പോവാ 1/h raised to 2/3 വരുന്നു. ഇത് നടക്കണ കാര്യമാണോ എന്ന് നോക്കിയാ നിങ്ങള്? h എവിടേക്ക് പോണ്ടേ? സീറോയിലേക്കാണ് പോണ്ടത്. ആ എച്ച് കിടക്കണ സ്ഥലം എവിടെയാ? ഡിനോമിനേറ്റർ കുഞ്ഞിതാവുമ്പോ നമ്പർ എന്ത് ചെയ്ത് പോവും? വലുതായിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോവില്ലേ? അപ്പോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ?
ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എഫ് ഡാഷ് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ല. അത് എവിടെയാ ചെയ്യാത്തത്? എക്സ് 0. എക്സ് 0 ആവും. അതുകൊണ്ട് എഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 ഈസ് നോട്ട് ഡിഫറൻഷിയബിൾ at x X equal to 0. ഒന്നുകൂടി പറഞ്ഞു, സമയമുണ്ട്. എഫ് ഡാഷ് 0 ഈക്വൽ ടു ഫോർമുല ലിമിറ്റ് എച്ച് ടെൻസ് 0. പറയ് എഫ് ഓഫ് F of 0 plus h minus f of 0 by h. എക്ക് പകരം ഇവിടെ വരുന്നത് 0 ആയതുകൊണ്ടാണ്. 0. Sir. That is limit h tends to 0. This is f of h minus F of h is 0 divided by h. f of h എത്രയാ? f of h h raised to 1/3 1/3 minus 0 raised to 1/3 ആര് തന്നെയാ? 0 ഡിവൈഡഡ് ബൈ h raised to 1 ആണ് വരെ h. അപ്പൊ ആരാ താഴെ വരും? h raised to എത്ര വരും ഉള്ളത്? 1/h raised to 2/3. എന്നിട്ട് h എവിടേക്കാ വിടണ്ടേ? 0. അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും ഇല്ലല്ലോ? ഇൻഫിനിറ്റിയിലെ വാല്യൂ അതുകൊണ്ട് ലിമിറ്റ് ഡസ് നോട്ട് exist. f dash 0 does not exist. അതുകൊണ്ട് f x equal to x raised to 1/3 0 എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് എഴുതി വെക്കുക. 5 മാർക്ക്, 5 10 മാർക്ക് 15 15 മാർക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മക്കളെ. അടുത്ത ക്ലാസ് ലിങ്ക് ഇട്ടു. ശരി.